സഹോദരങ്ങളെ, ഖതീബ് ഉസ്താദ് നിർബന്ധിച്ചുകൊണ്ട് ദ്വായിലേക്ക് കടക്കുകയാണ്. ഉസ്താദ് പലരെയും ഓർമ്മപ്പെടുത്തിയെങ്കിലും വളരെ പ്രധാനമായി നമ്മളൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് മഹാനായ സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹു. അവരുടെ ഷഹാദത്ത്, അവർ ഷഹീദായ കർബലയിൽ വെച്ച് ഷഹീദായ ദിവസമാണ് മുഹറം 10. ആ മുഹറം 10-ന് സുന്നികളായ മുഅ്മിനീങ്ങൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ ഫാത്തിഹ ഓതുകയും അവരുടെ മദ്ഹിന്റെ മജ്ലിസുകൾ സംഘടിപ്പിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഷിയാക്കളെ പോലെ നാം സംഘടിപ്പിക്കാൻ പാടില്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഷഹാദത്തിന്റെ ദിവസത്തെ ഒരു ദുഃഖദിനമായി ആചരിക്കുന്നത് അത് ഷിയാക്കളോട് ഷിയായിസമാണ്. അത് വളരെ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് അന്ന് അത്തരം വിഷയങ്ങളിലേക്ക് പണ്ഡിതന്മാർ ഈ മാസത്തിൽ പ്രത്യേകം ഉണർത്താതെ പോകുന്നത്. കാരണം ഷിയാക്കൾ അതൊരു ദുഃഖദിനമായി ആചരിക്കുന്നവരാണ്. അങ്ങനെ ദുഃഖദിനം ആചരണം എന്ന ഒരു പരിപാടി ഇസ്ലാമിലില്ല. അത് പാടില്ല, ഹറാമായ കാര്യമാണ്. ദുഃഖാചരണം, അതിന്റെ പേരിൽ കറുപ്പുകുത്തലും, അത് ആരുടെ പേരിലായാലും വേണ്ടില്ല, അത് രാഷ്ട്രീയ നേതാക്കളുടെ പേരിലായാലും വേണ്ടില്ല. മരിച്ച ദിവസം കറുപ്പ് കുത്തുക, ഡ്രസ്സ് മാറ്റുക, കോലം മാറ്റുക, ദുഃഖത്തിന്റെ അടയാളങ്ങൾ പ്രകടിപ്പിക്കുക, ഇത് ഇസ്ലാമിൽ ഹറാമായ കാര്യമാണെന്നതിൽ സുന്നത്തി ജമാഅത്തിന്റെ ഇമാമിങ്ങളൊക്കെ എഴുതിയതാണ്. ഇത് വളരെ സൂക്ഷിക്കണം. കാരണം ഇന്ന് വാർത്താ മാധ്യമങ്ങളിലൊക്കെ പല നിലക്കും സുന്നികളായ ആളുകൾ ഇതൊരു സൽക്കർമ്മമായി കണ്ട് ഹുസൈൻ റളിയല്ലാഹുവിനെ വിളിച്ച് കരഞ്ഞുകൊണ്ട് സങ്കടത്തിൽ ദുഃഖദിനാചരണ ശൈലിയിൽ ഹുസൈൻ റളിയല്ലാഹുവിനെ വിളിച്ച് പറഞ്ഞ് സങ്കടപ്പെടുന്ന പാട്ടുകളും മറ്റും സുന്നി പേരിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അതുപോലുള്ള പണ്ഡിതന്മാരൊക്കെ അതിൻ്റെ എതിരിൽ വളരെ കർക്കശമായി പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ പലരും അത് മനസ്സിലാക്കിയില്ല എന്നുള്ളത് ഒരു സത്യമാണ്. ആ ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നല്ല, ഏതൊരു മഹാനെയും വിളിച്ച് ഇസ്തിഗാഥ ചെയ്യൽ, സഹായം ചെയ്യൽ, ചോദിക്കൽ അത് സുന്നത്തായ കർമ്മമാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. വിളിച്ച് സഹായം ചോദിക്കൽ അതല്ല നമ്മൾ പറയുന്നത്, അതല്ല പേരോട് ഉസ്താദും പറയുന്നത്. മറിച്ചൊന്ന് അവരെ ഓർത്ത് അവരെ കൊണ്ട് രസിക്കൽ, അള്ളാഹുവിന്റെ പേര് ഓർത്ത് അള്ളാഹുവിനെ കൊണ്ട് രസിക്കൽ, പറഞ്ഞ് രസിക്കൽ, മുത്തുനബിന്റെ പേര് പറഞ്ഞ് രസിക്കൽ, മഹാന്മാരുടെ പേര് പറഞ്ഞ് രസിക്കൽ, അതുമല്ല നമ്മുടെ വിഷയം. അതും കൂലിയുള്ള, അത് മഹാന്മാരാണെങ്കിൽ കൂലിയുള്ള കാര്യമാണ്. നബിന്റെ പേര് ചെല്ലല്, ജീലാനി തങ്ങളുടെ പേര് ചെല്ലല്, അതൊക്കെ നല്ല കാര്യമാണ്. അള്ളാഹുവിന്റെ പേര് ചെല്ലുന്നത് വലിയ പുണ്യമുള്ളതാണ്. അതുമല്ല നമ്മൾ പറയുന്നത്. മറിച്ച് ദുഃഖാചരണമായിട്ട് യാ ഹുസൈൻ യാ ഹുസൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഹുസൈൻ മരിച്ചുപോയി, ഹുസൈൻ കൊല്ലപ്പെട്ടു പോയി, അങ്ങനെ അത് വീണുടഞ്ഞു, അതായി ഇതായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആംഗിയൊക്കെ കാണിച്ച് ഈ ഷിയാ കോലത്തിൽ ചെയ്യുന്നതായ പാട്ടുകൾ, അതുപോലുള്ള സദസ്സുകൾ സംഘടിപ്പിക്കുന്നത് പച്ച ഹറാമാണ്. അത് വളരെ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് ഈ മാസത്തിൽ പ്രത്യേകം നമ്മളെ ആളുകൾ, നമ്മുടെ ഉസ്താദുമാർ ഈ സംബോധന ഉണ്ടാറില്ല. കാരണം ഇത് കണ്ടിട്ട് വേറെ വല്ലതും മനസ്സിലാക്കിയാണ് ചെയ്തു പോകുന്നത് പേടിച്ചിട്ടാണ്. ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലൊക്കെ സുന്നികളടക്കം ഇങ്ങനെ ചെയ്തു കൂട്ടുന്ന ആളുകളാണ്. ഛത്തീസ്ഗഡിലൊക്കെ നമ്മൾ കോയക്കൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവിടെ സുന്നികളുടെ പേരിൽ, അവരുടെ ജമാഅയുടെ പേരിൽ ഹുസൈൻ റളിയല്ലാഹുവിന്റെ പ്രതിമ ഉണ്ടാക്കി സുന്നി ആളുകൾ എന്നിട്ട് വണ്ടിയിൽ വെച്ച് ഈ ഹിന്ദുസ് ഒക്കെ ചെയ്യുന്നത് പോലെ മാലയൊക്കെ അണിയിച്ച്, ഹുസൈൻ റളിയല്ലാഹു മാലയൊക്കെ അണിച്ച് സുന്നികൾ തന്നെ ചെയ്യുന്നു എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഇതൊക്കെ വല്ലാത്ത ഒരു അബദ്ധമാണ്. ഇത് വളരെ സൂക്ഷിക്കണം. എന്നാലും ഹുസൈൻ റളിയല്ലാഹുവിന്റെ പേരിൽ അവർക്ക് അവരുടെ പറ്റി മുഅ്മിനീങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സത്യമായ റിപ്പോർട്ടുകൾ ഉദ്ധരിച്ചുകൊണ്ട് പ്രസംഗിക്കാം, സദസ്സ് സംഘടിപ്പിക്കാം. അത് സുന്നത്തായ കർമ്മമാണ്. ഷാഫി മദ്ഹബിൽ അതിൽ തർക്കമില്ലാത്ത കാര്യമാണ് എന്ന് ഇബ്നു ഹജർ തങ്ങൾ സവായിഖുൽ മുഹരിക്ക എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. ഷിയാ മോഡലിൽ ദുഃഖാചരണം അത് ഹറാമാണെന്നും അയിമത്ത് കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹുവിന്റെ ചരിത്രം ഇവിടെ പറയാൻ ടൈമില്ല. അത് പറയുമ്പോൾ കുറേ പറയേണ്ടി വരും, വളരെ വിശദമായി പറയേണ്ടി വരും. അത് സുന്നത്തായ കർമ്മമാണ്. അതിനൊന്നും പേരോട് ഉസ്താദ് എതിർത്തിട്ടില്ല. പേരോട് ഉസ്താദ് അതിനെ എതിർത്തു എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ പേരോട് ഉസ്താദിനെ എതിർത്തുകൊണ്ടിരിക്കുന്നു. എന്ത് ചെയ്യാനാണ്? വാസ്തവത്തിൽ അങ്ങനെയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച മഹാന്മാരുടെ പേര് അവർ വഫാത്തായ ദിവസത്തിൽ ഓർക്കുന്നതും അവരെ മദ്ഹ് പറയുന്നത് പ്രത്യേക സുന്നത്താണെന്നതിൽ ഒരു തർക്കവും സുന്നികളുടെ ഇടയിലില്ല. ഇപ്പോഴുമില്ല, മുമ്പുമില്ല, പണ്ഡിതന്മാരുടെ ഇടയിൽ അങ്ങനെ നടന്നിട്ടുമില്ല. അതല്ല പറഞ്ഞത്. മറിച്ച് അവരുടെ ദുഃഖാചരണം, ഇപ്പോൾ റസൂലുള്ള വഫാത്തായ അതേ ദിവസമാണ് റസൂലുള്ള ജനിച്ച ദിവസം. അത് പറഞ്ഞ് ചിലർ അന്ന് ദുഃഖിക്കേണ്ട ദിവസമാണ്, സന്തോഷിക്കേണ്ട ദിവസമല്ല എന്ന് പറഞ്ഞപ്പോൾ ഉസൂലുൽ മഖ്സിദ് ഫി അമലിൽ മൗലിദ് എന്ന ഗ്രന്ഥത്തിൽ ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി പറയുന്നു, ദുഃഖ ആചരണം അത് ഇസ്ലാമിലില്ല. അത് സന്തോഷങ്ങളിൽ മാത്രമാണ് ഇസ്ലാം സന്തോഷ പ്രകടനം പറഞ്ഞിട്ടുള്ളത്. നബി തങ്ങൾ വഫാത്തായത് ഒരു ദുഃഖാചരണം നടത്താൻ ഇസ്ലാമിൽ അങ്ങനെ കൽപ്പനയില്ല. അത് വഹാബികൾ പ്രചരിപ്പിക്കുന്ന ഒരു പ്രചരണമാണ്. എന്ത് അന്ന് ദുഃഖിക്കേണ്ടതല്ലേ? അങ്ങനെ ദുഃഖാചരണം വഹാബികൾക്ക് ഉണ്ടെന്നല്ലാതുണ്ട്, ഷിയാക്കൾക്കും ഉണ്ടെന്നല്ലാതുണ്ട്. അത് രണ്ടും ഒന്നെയാണ്. ഷിയും വഹാബിക്കും ഒന്നെയാണ്, രണ്ട് മുഖാണെന്നുള്ളൂ. അങ്ങനെ പറയുകയാണ്. വാസ്തവത്തിൽ ഈ ഹുസൈൻ റളിയല്ലാഹു വഫാത്തായ കൊല്ലപ്പെട്ട പേരിൽ സന്തോഷിക്കുന്ന, പെരുന്നാളാക്കി സന്തോഷിക്കുന്നവരാണ് ഖവാരിജികൾ. അതും നമുക്ക് പാടില്ല. നല്ല വസ്ത്രക്കെട്ട് അങ്ങനെ നല്ലതായിട്ട് സന്തോഷം പ്രകടിപ്പിക്കുന്ന ആളുകളാണ് ഖവാരിജികൾ എന്ന ഹുസൈൻ റളിയല്ലാഹുവിന്റെയും അഹ്ലു ബൈത്തിന്റെയും അലി തങ്ങളുടെ എതിരാളികളായ ആളുകൾ. അലി തങ്ങളെ പൊക്കി, സിദ്ദീഖ് തങ്ങളെ കാണാൻ പൊക്കി പറഞ്ഞ് വലുതാക്കി, ഹുസൈൻ തങ്ങളെ വലുതാക്കി വല്ലാതെ പൊക്കി പാടില്ലാത്ത രൂപത്തിൽ പൊക്കുന്നവരാണ് ഷിയാക്കൾ. അവർ ദുഃഖാചരണം നടത്തുന്നത് ഇറാഖിലൊക്കെ ഇഷ്ടംപോലെ മജ്ലിസുകൾ, അത് അവർ ഈ മജ്ലിസുകൾ എപ്പോഴും സംഘടിപ്പിക്കുന്നതും പാട്ടുപാടുന്നതൊക്കെ ഞാൻ കണ്ടതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സുന്നത്തി ജമാഅത്തിൽ അഹ്ലുകാരായ ആളുകൾ ചെയ്യേണ്ടത് അവർക്ക് ഫാത്തിഹ ഓതുക, അവരെ മൗലിദ് ഓതുകയാണ് ഓതുക, അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അവരുടെ നല്ല മദ്ഹുകൾ പറയുക. അവരെ ദുഃഖാചരണം നടത്താൻ പാടില്ല. അതാണ് ആ പാട്ടുപാടുന്ന കുട്ടി ചെയ്തിട്ടുള്ളത്. ദുഃഖാചരണമാണ്. ആ ദുഃഖാചരണം ചെയ്യുന്നതിനെതിരിലാണ്
ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനെ പോലുള്ളവർ, ജലീൽ സഖാഫിയെ പോലുള്ളവരൊക്കെ കഠിനമായി എതിർത്തത്. അവരെ തിരിച്ചെതിർക്കുന്ന സുന്നികൾ ആ കാര്യം വല്ലാത്ത ബേജാറാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാട് മുഴുവനും വളരെ ദയനീയതയിലേക്കാണ് വിശ്വാസപരമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ വ്യക്തമായ അറിവ് വേണമെങ്കിൽ ഒരു കിതാബ് പഠിച്ച മൂല്യരാകനെ വേണം, എന്നാലേ ഈ നാടിന്റെ അവസ്ഥ അറിയുള്ളൂ. ചാലിയൻ നാടാവട്ടെ, എല്ലാ നാടാവട്ടെ, പണ്ഡിത ലോകമാകട്ടെ, ഒന്നായിട്ട് ഷിയായിസവും ഖവാരിജിസവും അതുപോലെ തന്നെ വഹാബിസവും എല്ലാം കലർന്ന് ആകെ തരിപ്പണമായ ഒരു ഘട്ടത്തിലേക്കാണ് ആഖിർ അങ്ങനെ എത്തുമെന്ന് മുത്തനബി പറഞ്ഞതാണ്. പക്ഷേ ചാര വിശ്വാസങ്ങൾ അഥവാ സുന്നീസത്തിലൂടെ ബിദ്അത്തുകൾ പ്രചരിപ്പിച്ച് സമൂഹത്തെ ആകെ വിശ്വാസപരമായി തകർക്കുന്ന നല്ലൊരു പറ്റം ആളുകൾ പ്രസംഗരംഗത്തും അതുപോലെ തന്നെ മറ്റ് മാധ്യമ രംഗങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെട്ട് ദീൻ തകർക്കുന്നത് നമ്മൾ പേടിക്കണം പേടിക്കണം പേടിക്കണം. അതുകൊണ്ട് അതിന്റെ വ്യക്തമായ രൂപം നമ്മൾ മനസ്സിലാക്കണം. ഹുസൈൻ റളിയല്ലാഹുവിന്റെ മേലിൽ ഒരു ഫാത്തിഹ ഓതി നമുക്ക് ദുആയിലേക്ക് കടക്കാം. നമ്മൾ വളരെ സൂക്ഷിക്കണം. നമുക്ക് ഒരാളോടും നമ്മുടെ മനസ്സിൽ വെറുപ്പ് വെച്ചാൽ അത് വളരെ അപകടമാണ്. ഒരു ഫിത്നയ്ക്കും നമ്മൾ തുടക്കം കുറിക്കരുത്. അൽ ഫിത്നത്തു നായിമത്തുൻ വമൻ ഐഖളഹ ഫഅലൈഹി ലഅനത്തുല്ലാഹ്. ഫിത്ന എന്ന് പറയുന്നത് അത് കത്തിയാളിയാൽ എടുത്താൻ കഴിയൂല. അത് ഉറങ്ങിക്കിടക്കുന്ന ഒരു സിംഹമാണ്. അതിനെ ഉണർത്തിയാൽ പലർക്കും അതിന്റെ കടി കിട്ടും. അതിന് ആരുണർത്തിയോ അവന് അള്ളാഹുവിന്റെ ലഅനത്തുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാക്കാണ്. അത് പേടിയുള്ളവർ സൂക്ഷിക്കണം. പേടിയില്ലാത്തവർക്ക് എന്തും ചെയ്യാം. നമ്മൾ പറയുന്ന വാക്കുകൊണ്ട് ഫിത്ന വരുന്നത്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം കൊണ്ട് ഫിത്ന വരുന്നത് സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ ആഖിർ അങ്ങ് നഷ്ടപ്പെടും. ദുനിയാവിൽ വന്നത് ആഖിറത്തിന് വേണ്ടിയാണ്. ആഖിറത്തിലേക്ക് ചിന്തയില്ലാത്ത, ഹൃദയത്തിൽ ഈമാൻ ഇല്ലാത്തവർക്ക് എന്തും ചെയ്യാവുന്നതാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മഹാനായ ഹുസൈൻ റളിയല്ലാഹുവിനെ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ട ഒരു മാസമാണ്. ആ കൊലയുടെ ചരിത്രമൊക്കെ പറഞ്ഞാൽ നമ്മൾ വല്ലാതെ വേദനിച്ചു പോകും. അതുകൊണ്ട് പറയാൻ തന്നെ പാടില്ല എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ അത് ശരിയല്ല എന്നാണ് ഇബ്നു ഹജർ തങ്ങൾ പറയുന്നത്. അതിൽ സത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചരിത്രങ്ങൾ പറഞ്ഞ് സമൂഹത്തെ ബോധവൽക്കരണം നടത്തുന്നത് നല്ല കാര്യമാണെന്നാണ് ഷാഫി മദ്ഹബിൽ ബലപ്പെട്ട അഭിപ്രായം. അതൊക്കെ വളരെ മനസ്സിലാക്കി ആ രൂപത്തിലൂടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്ത് സജീവമായി പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഈ ഒരു കാര്യം വളരെ ഗൗരവമായി മനസ്സിലാക്കണം. ഞാൻ ചുരുക്കി പറഞ്ഞിട്ടുള്ളൂ. വളരെ വിശാലമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കീഴിൽ ഇവിടെ ആശൂറാവിന്റെ പരിപാടി ഉണ്ടായിരുന്നു. അതിൽ ഹുസൈൻ റളിയല്ലാഹുവിനെ പരാമർശിച്ചിട്ടേ ഇല്ല. അത് യാസീനും അത് വേറൊരു പരിപാടിയാണ്. അത് നല്ലൊരു കർമ്മമാണ്. അത് ഉസ്താദിന്റെ കയ്യിൽ നടന്നിരുന്നു. അത് സുന്നികൾ ആശൂറാവിന് മഹാനായ ഹുസൈൻ റളിയല്ലാഹുവിന്റെ മുമ്പേ ചെയ്യുന്ന കാര്യമാണ്. ഹുസൈൻ റളിയല്ലാഹുവിന്റെ ഷഹാദത്തിന് ശേഷമുള്ളതാണ് നമ്മൾ പറയുന്നത്. അതിനുശേഷമുള്ളത് തന്നെ വ്യത്യസ്തമായ മജ്‌ലിസുകളാണ്. ചിലതിന് അപകടം ഉണ്ടാവും, ചിലതിന് അപകടം ഉണ്ടാവില്ല. അതൊക്കെ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ ഈമാൻ തകർന്നു പോകും. ഹുസൈൻ റളിയല്ലാഹുവിന്റെ മദദ് അള്ളാഹു നമുക്ക് നൽകട്ടെ. ഹുസൈൻ റളിയല്ലാഹുവിനടക്കം സയ്യിദുമാരിൽ നിന്ന് എത്രയാണ് കർബലയിൽ വെറുതെ കൊല ചെയ്യപ്പെട്ടതെന്ന് പറയാൻ കഴിയില്ല. സയ്യിദന്മാരെ കൊന്ന്, എത്ര സയ്യിദന്മാർ ചെറിയ മക്കളടക്കം അമ്പ് വെച്ച് കൊന്ന്, വെള്ളം കൊടുക്കാതെ 3 ദിവസം കഷ്ടപ്പെടുത്തി, സ്ത്രീകളടക്കം ബീവിമാരെല്ലാം പർദ്ദയിൽ കഴിയുന്ന ബീവിമാരുടെ പർദ്ദകളൊക്കെ അഴിച്ച് അവരെ നഗ്നരാക്കി അവരെ വണ്ടി മുകളിൽ കയറ്റിക്കൊണ്ടുപോയി മുസ്ലിങ്ങളുടെ ഹൃദയം പിടക്കുന്ന വിഷയങ്ങൾ ചെയ്ത വലിയ ദുഃഖം യസീദിന്റെ കീഴിലുള്ള ഇബ്നു സിയാദിന്റെ നേതൃത്വത്തിൽ നടന്ന പട ചെയ്ത അക്രമമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് യസീദിനെ ലഅനത്ത് ചെയ്യാൻ പാടില്ലെങ്കിലും യസീദ് അക്രമിയാണെന്നതിൽ ഒരു തർക്കവുമില്ല. യസീദ് അക്രമിയാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, വലിയ മുജ്തഹിദാണ്. അവർ ആത്മഹത്യക്ക് പോയതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവർ വലിയ ഷഹാദത്തിന് അർഹനാണെന്ന് എല്ലാ ഇമാമിങ്ങളും പറഞ്ഞിരിക്കുകയാണ്. ഇത് വളരെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഹുസൈൻ റളിയല്ലാഹുവിന്റെ പേരിലും അന്ന് ഷഹീദായ സാദാത്തുക്കൾ സൈനുൽ ആബിദീൻ എന്ന കുഞ്ഞല്ലാത്ത ആ കുടുംബ പരമ്പര മുഴുവനും കൊല ചെയ്യപ്പെട്ട എത്ര ആളുകളാണെന്ന് കൊല ചെയ്യപ്പെട്ടതിന് കണക്കില്ല. ലാസ്റ്റ് കൊല ചെയ്യപ്പെട്ടത് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു ലാസ്റ്റ് 3 ദിവസം പച്ചവെള്ളം പോലും കൊടുക്കാതെ തടങ്കലിലാക്കി ലാസ്റ്റ് കൊല ചെയ്യപ്പെട്ടത് ഹുസൈൻ റളിയല്ലാഹു അൻഹു. യുദ്ധം ചെയ്ത് കൈ തളർന്ന് വളരെ വേദനിച്ച ടൈമിൽ അട്ടഹസിച്ച് നിലത്ത് വീണ് അവിടെ നിന്ന് വെട്ടിയിട്ട് വെള്ളം ചോദിച്ച് വെട്ടുന്ന ഒരാളോട് എനിക്ക് അല്പം വെള്ളം താ. ഹുസൈൻ റളിയല്ലാഹുവിന്റെ മുമ്പിൽ വെച്ച് അയാൾ വെള്ളം കുടിക്കുകയാണ്. തൊള്ളേക്ക് ഇങ്ങനെ വെള്ളം പാർന്നിട്ട് ജവനയിൽ നിന്ന് വെള്ളം പാർന്ന് ഇങ്ങനെ കുടിക്കുക. ഹുസൈൻ റളിയല്ലാഹു ആണെങ്കിലോ മരണത്തോട് മല്ലിടിച്ച് കിടക്കുമ്പോൾ ഇസ്ഖിനി അല്പം വെള്ളം എനിക്ക് താ എന്ന് പറഞ്ഞ് 3 ദിവസം വെള്ളം കിട്ടാതെ രക്തം ഒഴുകി ചീറ്റിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ വെള്ളം ചോദിച്ചപ്പോൾ പറഞ്ഞത് വെള്ളം എനിക്ക് ഞാൻ തരാം എന്നെന്തോ പറഞ്ഞിട്ട് മുമ്പിൽ വെച്ച് വെള്ളം കുടിച്ച ശത്രു. അപ്പൊ തന്നെ ഹുസൈൻ റളിയല്ലാഹു ദുആ ചെയ്തു. ജാമി കറാമത്തിൽ ഔലിയായിൽ കാണാം, പടച്ചോനെ ഓനെ ദാഹിച്ച് മരിപ്പിക്കണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തു. കൊല്ലാൻ പരിശ്രമിച്ചവരും തുടങ്ങിയവരും മുഴുവൻ ആളുകൾക്കും അല്ലാഹു തിക്തമായ ശിക്ഷ ആ ദിവസം മുതലേ കൊടുത്ത സംഭവങ്ങൾ അയിമത്ത് രേഖപ്പെടുത്തുന്നതിൽ കാണാം. ഈ സംഭവത്തിൽ ആ വെള്ളം കുടിച്ച ആൾ 15ാമത്തെ ദിവസം മുതൽ അയാൾക്ക് ദാഹത്തിന്റെ അസുഖം തുടങ്ങി. ഇസ്കൂനി വെള്ളം താ. ഹുസൈൻ റളിയല്ലാഹു എന്താണോ പറഞ്ഞത് അതേ വാക്ക് വെള്ളം താ. ഇവർ വെള്ളം കൊടുക്കും. പിന്നെയും പറയും ദാഹം തീരുന്നില്ല, വെള്ളം താ. ഇപ്പോഴും വെള്ളം കൊടുക്കും. അങ്ങനെ വെള്ളം കൊടുത്ത് കുടിച്ച് ആൾ വയറ് പൊട്ടി ആൾ ചത്തുപോയി. അങ്ങനെ എല്ലാവർക്കും തിക്തമായ ശിക്ഷ ഹുസൈൻ റളിയല്ലാഹുവിന്റെയും അതുപോലെ അഹ്ലു ബൈത്തിന്റെയും കിട്ടിയ ഒരു വലിയ സംഭവത്തിന് സാക്ഷിയായ ദിവസമാണ് മുഹറം 10. അന്ന് ദുഃഖാചരണം ഒന്നും നടത്താൻ പാടില്ല, ദുഃഖാചരണ പാട്ടുകൾ പാടാൻ പാടില്ല, ആംഗ്യങ്ങൾ കാണിക്കാൻ പാടില്ല, നെഞ്ഞത്തടിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അത് നമ്മളെ സ്വന്തം ആൾക്കാരും വെച്ചാൽ നെഞ്ഞത്തെടുത്ത് കരയാൻ പാടില്ല.
ആചരിക്കൽ ഇസ്ലാമിലുള്ള ഒന്നല്ല, ക്ഷമിക്കുകയാണ് വേണ്ടത്, നല്ലത് പറയുക. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ ഒരു മയ്യത്തിന്റെ അടുത്ത് വന്നാൽ, അബൂ സലമ മരിച്ച ടൈമിൽ, വഫാത്തായ ടൈമിൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഖൂലു ഖൈറൻ, ദുഃഖം ആചരിക്കരുത്, നിങ്ങൾ നല്ലത് ചൊല്ലുക, ഖുർആൻ ഓതുക, ദിക്ർ ചൊല്ലുക. ഖൂലു ഖൈറൻ ഫഇന്നൽ മലായികത, അതിനുള്ള ഫായിദ മലക്കുകൾ യുഅ്മിനൂന അലാ മാ തഖൂലൂൻ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരു മരിച്ച സ്ഥലത്ത് ദുആ ചെയ്യുകയാണെങ്കിൽ ആ ദുആക്ക് മലക്കുകളുടെ ആമീൻ ഉണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പോൾ മരിച്ചോടത്ത് ഒരു ദുഃഖാചരണം പാടില്ല. അത് ഒക്കെ വളരെ ഗൗരവമുള്ള കേസാണത്. കറാഹത്തല്ല, ഹറാമാണെന്ന് നമ്മുടെ പള്ളി ദർസുകളിലൊക്കെ ഇന്ന് പഠിപ്പിക്കുന്ന ഇർഷാദിൽ വരെ പറഞ്ഞിട്ടുണ്ട്. ചെറിയൊരു കിതാബാണ്, നല്ല വലിയ കിതാബാണ്, മഖ്ദൂം തങ്ങളുടെ രചനയാണ്. എല്ലാ കിതാബിലും അത് പറഞ്ഞതാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെയും അഹ്ലു ബൈത്തിന്റെയും അന്ന് ഷഹീദായ ശുഹദാക്കളായ അഹ്ലു ബൈത്തിന്റെയും പേരിൽ ഈ കുഞ്ഞനൊരു എറ്റ് വെള്ളം കൊടുക്കുങ്ങൾ, ഈ കുട്ടിക്ക് വെള്ളം കിട്ടായിട്ട് ഇത് പെടയുന്നു എന്ന് പറഞ്ഞിങ്ങനെ കാട്ടിയപ്പോൾ ആ കുഞ്ഞന്റെ നേരെ അമ്പ് വെച്ചിരിക്കുന്ന ശത്രുക്കളുടെ മനസ്സ് എത്ര കടുത്തുപോയി എന്ന് നമ്മൾ മനസ്സിലാക്കണം. കയ്യിൽ കിടന്ന് ഇങ്ങനെ പെടയാണെന്ന് ദാഹിച്ചിട്ട്, അപ്പോഴാണ് അതിന്റെ നെഞ്ചിലേക്ക്, ആ സയ്യിദായ കുട്ടിയുടെ നെഞ്ചിലേക്ക് ആ അമ്പ് വരുന്നത്. അമ്പ് കണ്ടപ്പോ ഉപ്പ എന്ത് പറഞ്ഞു, സയ്യിദായ മഹാനവറുകൾ എന്ത് പറഞ്ഞു, മോനെ വലിയപ്പന്റെ ഔദുൽ കൗസർ നിനക്ക് കുടിക്കാം, ഇപ്പം വെള്ളമില്ല മോനെ എന്ന് പറഞ്ഞ് ആ പിന്നെ അത് മരിക്കുകയാണ്. ഇത്രയും വലിയ സംഭവമാണ് കർബല. അല്ലാഹു മുസ്ലിം ഉമ്മത്തിനെ അല്ലാഹു തആല കാത്തുരക്ഷമാറാകട്ടെ. അഹ്ലു ബൈത്ത് അവർ വലിയവരാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ രക്തമാണ് അവരിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ആരെയും ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയരുത്, ആരെയും നമ്മൾ ആക്ഷേപിക്കരുത്. അതിൽ കാഫറായി പോയവരെ മാത്രമേ ആക്ഷേപിക്കാവൂ. വിദ്യാർത്ഥികാരായി പോയവരെ ബഹുമാനിക്കാൻ പൊതുജനങ്ങളുടെ ഇടയിൽ നിന്ന് മറ്റു പാടില്ല, അത് എന്ന് മാത്രം. അതുപോലെ തന്നെ മറ്റു സുന്നികളായ സയ്യിദന്മാർ കുട്ടികളായാലും പോലെ കൈപിടിച്ച് മുത്തുകയും അവരോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുകയും അവരെ കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുകയും ചെയ്യുവാണ്. ഇതാണ് ഓക്കെ ഉസ്താദിന്റെ രൂപം. അവിടുത്തെ ശിഷ്യന്മാരായ തങ്ങന്മാർ വരുമ്പോൾ കൈപിടിച്ച് മുത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വാഫക്കി തങ്ങൾ വന്നപ്പോൾ, വാഫക്കി തങ്ങളുടെ മകനുണ്ട്, ഒരു നാടൻ മകൻ, സൈനുലാബിദ്ദീൻ തങ്ങളല്ല, വേറൊരു മൂത്ത മകൻ ഉണ്ടായിരുന്നു. അവരിങ്ങനെ വരുമ്പോൾ ഒക്കെ ഉസ്താദ് എഴുന്നേറ്റ് നിന്നു. ഞാൻ ഉസ്താദിന്റെ വീട്ടിലുണ്ട്. ഷെയ്ഖുന എഴുന്നേറ്റ് നിന്നു. അങ്ങനെ ഷെയ്ഖുന വന്ന് അദ്ദേഹം വന്നപ്പോൾ ഷെയ്ഖുന കൈ പിടിച്ചിട്ട് ഷെയ്ഖുന അവരുടെ കൈ മുത്തി, ഷെയ്ഖുനാന്റെ കൈ അവർ മുത്തി. അങ്ങനെ മുത്തിയിട്ട് തങ്ങൾ നാടനാണ്, മുലിയരല്ല, തങ്ങൾ അവിടെ ഇരിക്കാൻ പറഞ്ഞപ്പോൾ തങ്ങൾ ഇരുന്നില്ല. അപ്പോൾ തങ്ങൾ ഉസ്താദും ഇരുന്നില്ല, എന്നാൽ ഞാനും ഇരിക്കൂല എന്ന് പറഞ്ഞു. അങ്ങനെ ആ നാടനായ സെയ്ദിനെ ഇരുത്തി ഇരുന്നപ്പോൾ, അപ്പോൾ ഞാൻ നിലത്തിരിക്കാൻ എന്നാൽ ഞാനും നിലത്തിരിക്കുകയാണെന്ന് പറഞ്ഞു ഉസ്താദ് പറഞ്ഞു. അങ്ങനെ കസേരയിൽ തന്നെ ഇരുന്ന ശേഷമാണ് ഷെയ്ഖുന ഇരുന്നത്. ഇത് ദൃക്സാക്ഷിയായ ഒരു മനുഷ്യനാണ് ഞാൻ. ഇത് ഇങ്ങനത്തെ സംഭവങ്ങൾ കുറേ ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് നമ്മുടെ നാട്ടിൽ തങ്ങന്മാരൊക്കെ കണക്കനെ അങ്ങനെ അതന്നെ ഇതന്നെ അങ്ങനൊന്നും പാടില്ല. അതൊക്കെ അവരൊക്കെ സ്ഥാനം റസൂലുള്ളാഹിന്റെ മക്കളാണ് അവർ. ബസ് വേറെ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. വഹാബിയായി പോയെങ്കിൽ ജമാഅത്തോ തബ്ലീഗോ ആയാൽ അവർക്ക് സലാം പറയാൻ കൈപിടിച്ച് മുത്താൻ നിൽക്കരുത്. അല്ലെങ്കിൽ കാഫിറായി പോയാൽ അതിന് ബന്ധപ്പെടാൻ പാടില്ല. എന്റെ തൗഹീദിന്റെ മേലിലാകുന്ന കാലത്ത് എന്റെ അഹ്ലു ബൈത്ത് അവർ വലിയ സ്ഥാനത്താണെന്നാണ് മുത്തുനബി പറഞ്ഞ ഹദീസ് അൽ മശ്റഉ റവി എന്ന ഗ്രന്ഥത്തിൽ കാണാൻ കഴിയും. അപ്പോൾ തൗഹീദ് വിട്ടുപോയാൽ പിന്നെ അവരെ പറ്റി ചർച്ചയില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. അവർ വലിയവരാണ്, അവരെ കൊണ്ടാണ് നമുക്ക് രക്ഷപ്പെടാനുള്ളത്. അവർ സ്വർഗ്ഗത്തിൽ കടക്കണം മുമ്പ് നമ്മൾ കടക്കുന്ന ആരും വ്യാമോഹിക്കേണ്ട, അവരെ കാണാൻ മുന്നിച്ചാടാൻ ആരും വിചാരിക്കേണ്ട. അങ്ങനെയാണ് അവരൊക്കെ ഉസ്താദിന്റെ അവസ്ഥ. ഉസ്താദ് ശിഷ്യനായിരുന്നു വിച്ചുപോയ തങ്ങൾ, നമ്മളെ ചാലിയം വിച്ചുപോയ പാപ്പന്റെ മരുമകനായ കടലുണ്ടി വിച്ചുപോയ തങ്ങൾ, ആ വിച്ചുപോയ തങ്ങൾ സൈനുലാബിദ്ദീൻ, അവരെ കാണുമ്പോൾ ഒക്കെ ഉസ്താദ് എഴുന്നേറ്റ് നിൽക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ശിഷ്യനായ അതേപോലെ തന്നെ ഒള്ളാൾ തങ്ങൾ വരുമ്പോൾ ശംസുൽ ഉലമ എഴുന്നേറ്റ് നിൽക്കുന്ന അനുഭവമേ ഉണ്ടായിട്ടുള്ളൂ എന്നത് സാക്ഷികൾ പറയുകയാണ്. ഇങ്ങനെയാണ് അവരൊക്കെ. ഉള്ളാൾ തങ്ങൾ ശിഷ്യനാണ്, ശംസുൽ ഉലമ ഉസ്താദാണ്, സമസ്ത പ്രസിഡന്റാണ് ശംസുൽ ഉലമ. ഉള്ളാൾ തങ്ങൾ താഴെയാണ്, സ്റ്റേജിലും എല്ലാ വിഷയത്തിലും അഹ്ലു ബൈത്ത് എന്ന നിലക്ക് മാത്രമാണ് അധ്യക്ഷനായിട്ട് ശംസുൽ ഉലമ ഇരിക്കാതെ ഉള്ളാളത്തെ പാപ്പാനെയായിരുന്നു സമസ്ത രണ്ടാകുന്ന മുമ്പ് അധ്യക്ഷനാക്കിയിരുന്നത് എന്നും ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആലിമീങ്ങളൊക്കെ സയ്യിദന്മാരുടെ വല്ലാത്ത ബഹുമാനമുള്ളവരാണ്. അവർ കാഫിറാവുന്ന പണി ചെയ്താൽ അവർ കാഫിറാകും, അവർ മുർത്തദാകുന്ന പണി ചെയ്താൽ അവർ മുർത്തദാകും, അവർ ഫാസിഖാകുന്ന പണി ചെയ്താൽ അവർ ഫാസിഖാവും, ബിദഅത്താവുന്ന പണി ചെയ്താൽ അവർ മുബ്തദിയാവും. അത് സാധാ പോലെ തന്നെയാണെന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ മനസ്സിലാക്കി അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുന്ന ഒരു മനസ്സ് അള്ളാഹു നമുക്ക് നൽകട്ടെ. അതില്ലെങ്കിൽ ഖവാരിജികളുടെ കൂട്ടത്തിൽ ആഖിറത്തിൽ ഒരുമിച്ച് കൂടേണ്ടി വരും. അത് വലിയ നഷ്ടമാണ് ആഖിറത്തിൽ. അള്ളാഹു ആ കർബലയിൽ ഷഹീദായ ശുഹദായ സാദാത്തിന്റെ രക്തത്തിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ നന്നാക്കട്ടെ. ഓലെ ഹദ്റത്തിലേക്ക് ഒരു ഫാത്തിഹ ഓതി, ഉസ്താദ് മറന്നതായിരിക്കും, ഓർമ്മയിൽ വരാതെ പോയതായിരിക്കും, ആ ഫാത്തിഹ ഓതി നമുക്ക് ദുആ ചെയ്യാം.